കോഴിക്കോട് ഫറൂഖിൽ ഭർത്താവും കുടുംബവും വീട് പൂട്ടി കടന്നുകളഞ്ഞതായി യുവതിയും മകനും. പരാതിയുമായി ചേളാരി സ്വദേശി ഹസീന രംഗത്ത്. വരാന്തയിലാണ് 3 ദിവസമായി യുവതിയും മകനും അന്തിയുറങ്ങിയത്. സൗന്ദര്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പേരിൽ ഭർത്തു വീട്ടുകാർ പീഡിപ്പിച്ചിരുന്നതായി യുവതി ആരോപിക്കുന്നു. ചേളാരി സ്വദേശിനി ഹസീനയും മകനും കഴിഞ്ഞ 3 ദിവസമായി അന്തിയുറങ്ങുന്നത് വീടിന്റെ വരാന്തയിലാണ്. ഭർത്താവായ പരുത്തിപ്പാറ സ്വദേശി മുഹമ്മദ് ഫാസിലും കുടുംബവും യുവതിയെയും മകനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് പൂട്ടി കടന്നുകളയുകയായിരുന്നു. ഇതോടെയാണ് ഇരുവർക്കും വീടിന് പുറത്ത് കഴിയേണ്ടി വന്നത്. ഭർത്താവ്, ഉപ്പ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. അവർ വേഗം വാതിലടച്ചിട്ട് പോയി. ഇങ്ങനെ ഞാൻ വന്ന പാടെ തന്നെ ഞാനിപ്പോൾ കുട്ടി ഇങ്ങനെ ഇവിടെ വരാന്തയിലാണ്. എനിക്ക് ഇതിനു വേണ്ടി നീതി കിട്ടണം എന്നുള്ളതിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. ഇപ്പോൾ ഇനി മോനെ സംരക്ഷിക്കണില്ല, ഒന്നുമില്ല. 10 വർഷമായി മുഹമ്മദ് ഫാസിലും ഹസീനയും തമ്മിൽ വിവാഹിതരായിട്ട്. ഈ കാലയളവിൽ യുവതിയെ സൗന്ദര്യവും സാമ്പത്തികവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവും വീട്ടുകാരും നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും യുവതി പറയുന്നു. ഇതിനിടെ മുഹമ്മദ് ഫാസിൽ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. തുടർന്ന് യുവതി ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു. യുവതിക്ക് സംരക്ഷണവും സാമ്പത്തിക സഹായവും ലഭ്യമാക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് യുവതി തിരിച്ച് മുഹമ്മദ് ഫാസിലിന്റെ വീട്ടിലെത്തിയത്. തന്നെയും മകനെയും തിരിച്ചു വീട്ടിൽ പ്രവേശിപ്പിക്കണമെന്നും തന്റെ പക്കലിൽ നിന്ന് വാങ്ങിയ 40 പവൻ സ്വർണം തിരിച്ചു നൽകണമെന്നുമാണ് യുവതിയുടെ ആവശ്യം. ജനം, കോഴിക്കോട്.